ഖുറൈശികളുടെ ദൈവത്തെയാണ് ആരാരാധിച്ചത്? മുഹമ്മദ് നബി ആരാധിച്ചത്. ഞാൻ ചോദിക്കുന്നത്, ഖുർആൻ ഒരാവർത്തി വായിച്ച ഒരാളിത് പറയുമോ? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ അധ്യായം ഖുർആനിലെ 109 അധ്യായം സൂറത്ത് കാഫിറൂൻ എന്ന് പറഞ്ഞിട്ടുള്ള അധ്യായമാണ്. ആ അധ്യായം നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധിക്കുന്നത് ഖുറൈശികളുടെ ദൈവത്തെയാണെന്നാ. എന്നാൽ ആ ഖുറൈശികളെ വിളിച്ചിട്ട്, അവിടുത്തെ നിഷേധികളെ വിളിച്ചിട്ട് അള്ളാഹു പറയുന്നതോ, സൂറത്ത് ഖുറൈശ് എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് ഖുർആനിൽ. ആ അധ്യായത്തിൽ പറയുന്നത് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, നിങ്ങൾ ആരാധിക്കേണ്ടത് ഈ ബൈത്തിന്റെ നാഥനെയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, കഅബാലയത്തിന്റെ നിർമ്മിതിയുടെ ചരിത്രം പരിശോധിച്ചാൽ വൈദി യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി വ ഇസ്മാഈലു, വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 124 മുതൽ 135 വരെയുള്ള വാചകം ഒന്ന് വായിച്ചു നോക്കൂ. അതുപോലെ ഇന്ന അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ എന്നാണ് ഖുർആന്റെ 3-ാം അധ്യായം 96-ാമത്തെ വചനമാണ്. ആ വചനത്ത് പറയുന്നത് എന്തറിയോ? അള്ളാഹുവിനെ ആരാധിക്കാൻ ലോകത്ത് ആദ്യമായി ഉണ്ടാക്കിയ ഭവനം കഅബാലയം 4000 വർഷങ്ങൾക്ക് മുമ്പ്, പ്രവാചകൻ ജനിക്കുന്നതിൻ്റെ 4000 വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാം പ്രവാചകൻ കഅബാലയം പടുത്തു. ആ കഅബത്തിന്റെ നാഥനെ, കഅബാലയം 4000 വർഷങ്ങൾക്ക് മുമ്പാണ്, ഖുറൈശികളുടെ ഘട്ടത്തിലല്ല. ആ നാഥനെ ആരാധിക്കാനാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഖുറൈശികളുടെ ദൈവത്തെ ആണോ മുഹമ്മദ് നബി ആരാധിച്ചത്? ഖുറൈശികളുടെ ദൈവത്തെ ആരാധിക്കാൻ മുഹമ്മദിനോട് അവർ ആവശ്യപ്പെടുന്നു. ഗോത്ര ദൈവത്തെ ആരാധിക്കാൻ അവരാവശ്യപ്പെടുന്നു. ആ ആവശ്യപ്പെട്ടപ്പോൾ ശരി, ഞാൻ ആരാധിക്കാമെന്നാണോ പറഞ്ഞത്? കുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ സത്യനിഷേധികളെ, ഖുറൈശികളെ, അറബ് ജനരെ ആലോചിക്കുക. ലാ തഅബുദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅബുദ് ലക്കും ദീനുക്കും വലിയ ദീൻ. ഖുറൈശികൾ അവരാരാധിച്ചിരുന്ന ദേവന്മാരെ, ദേവിമാരെ, വിഗ്രഹങ്ങളെ, അവരുടെ സങ്കല്പത്തിലെ ദൈവങ്ങളെ ആരാധിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടപ്പോൾ, നബിയെ പറഞ്ഞു കൊടുക്കൂ നബിയെ, എന്ത്? അല്ലയോ ഖുറൈശികളെ, അല്ലയോ അവിശ്വാസികളെ, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. അഥവാ നിങ്ങൾ ആരാധിക്കുന്ന ഈ 360 വിഗ്രഹങ്ങളും അതോടൊപ്പം നിങ്ങളുടെ വിശ്വാസങ്ങളും എന്താണോ അതിനെ ഞാൻ ആരാധിക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൈവത്തെയാണ് ഞാൻ അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഏകദൈവത്തെ ആരാധിക്കുന്ന മുഹമ്മദിനെ അറബികൾക്ക് നൽകണമെന്ന ആ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബിയുടെ ആ പ്രവാചക നിയോഗമെന്നാണ് ഇസ്ലാം പഠിച്ച ഏതൊരാൾക്ക് മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഖുർആനിലെ 109-ാമത്തെ വചനം നീ വായിക്ക്. സൂറത്ത് സാഫാത്ത് മാത്രമല്ല ഖുർആനിലുള്ളത്, നീ ഇത് വായിക്ക്. ഖുറൈശി ഗോത്രത്തിന്റെ ഒരു ദൈവത്തെയും മുഹമ്മദ് നബി ആരാധിച്ചിരുന്നില്ല എന്ന് ഞാനിവിടെ തെളിവ് സഹിതം ഉദ്ധരിക്കുന്നു.